ഇന്നിവിടെ നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. മഴയുള്ള ദിവസം എന്തെങ്കിലും ചൂട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു കഞ്ഞി ഉണ്ടാക്കാമെന്ന്. കഞ്ഞി, ചമ്മന്തി, പപ്പടം, കടുമാങ്ങ അച്ചാർ. അപ്പോൾ അതാണ് ഇന്നത്തെ ഐഡിയ. ഇവിടെ ഞങ്ങൾ മട്ടരിയാണ് കേട്ടോ വാങ്ങാറ്. മട്ടരിയുടെ കഞ്ഞിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. പണ്ട് ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് തുലാവർഷത്തിലൊക്കെ നല്ലോണം മഴ പെയ്യുമ്പോൾ ഈ ഉച്ചത്തെ ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നുകയില്ല. രാത്രി തീരെ വായ്ക്ക് രുചി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛമ്മയുടെ കുറച്ച് പൊടിക്കൈകളാണ് ഒന്നുകിൽ ഉണക്കമീൻ വറക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചമ്മന്തി ഉണ്ടാക്കും. അപ്പോൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഭക്ഷണം കഴിക്കും കേട്ടോ. നല്ല സ്വാദാണ്. പിന്നെ അമ്മിയിൽ അരച്ചതും കൂടി ആയിരിക്കുമല്ലോ ചമ്മന്തി. അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര സംഭവമല്ലേ. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ അധികം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെയോ നമുക്ക് വേണ്ടപ്പെട്ടവരെയോ ബാധിക്കാത്ത, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിവില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വളരെയധികം റിയാക്ട് ചെയ്യും, അതുപോലെ അഭിപ്രായം പറയും. നമുക്കറിയില്ല അപ്പുറത്തുള്ള ആൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് തീരെ അറിയാത്ത, അല്ലെങ്കിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യാത്ത, നേരിട്ട് അനുഭവമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലതെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ ഡയറി മിൽക്കിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടില്ലേ, ചില സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതും നല്ലതാണെന്ന്. അതുപോലെ കാരണം എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്ത് ചിലപ്പോൾ അവർ കടന്നുപോയ അവസ്ഥ ഭയങ്കര ഭീകരമായിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്ക് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ അവർ വളരെ തെറ്റായൊരു തീരുമാനം, അല്ലെങ്കിൽ കടുത്ത തീരുമാനം എടുത്താൽ നമുക്ക് ലൈഫ് ലോങ് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്ന് നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ കഞ്ഞി റെഡി, പിന്നെ പപ്പടം, ചമ്മന്തി, പിന്നെ കുറച്ച് കടുമാങ്ങ അച്ചാർ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. അമ്മ അച്ചാർ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മിഷൻ കംപ്ലീറ്റഡ്.